ജോസ് കെ മാണിയെ പരിഹസിച്ച് പാലാ നഗരസഭയിൽ പ്രമേയം. വിജയിക്കാൻ സാധിക്കാത്ത നേതാക്കൾക്ക് വേണ്ടി നിയമസഭയിൽ അപ്പർ ഹൌസ് വേണമെന്നാണ് പ്രമേയം. സ്വതന്ത്രാംഗം ബിനു പുളിക്കകണ്ടമാണ് പ്രമേയം അവതരിപ്പിച്ചത്. ഇത്തരം സംവിധാനം ചില നേതാക്കൾക്ക് നിയമസഭയിലെത്താൻ സുവർണ അവസരമാകുമെന്നും പ്രമേയത്തിൽ പറയുന്നു. ജോസി ബാബു വിവരങ്ങൾ നൽകും. ജോസി, തോൽവിക്ക് പിന്നാലെ ജോസ് കെ മാണിക്ക് രൂക്ഷ വിമർശനവും പരിഹാസവുമാണോ നേരിടേണ്ടി വരുന്നത്? ദിവ്യ, സ്വന്തം തട്ടകമായ പാലാ നഗരസഭയിലടക്കം വലിയ വിമർശനമാണ് ജോസ് കെ മാണിക്ക് ഇപ്പോൾ നേരിടേണ്ടി വരുന്നത്. പാലാ നഗരസഭ നമുക്കറിയാം UDF ഭരണസമിതിയാണുള്ളത്. പാലാ നഗരസഭയിലെ സ്വതന്ത്രാംഗം ബിനു പുളിക്കാക്കണ്ടമാണ് ഇത്തരത്തിലൊരു കൗതുകരമായ പ്രമേയം അവതരിപ്പിച്ചത്. പ്രമേയത്തിൽ പേരെടുത്തുള്ള വിമർശനമല്ല എങ്കിൽ കൂടിയും തെരഞ്ഞെടുപ്പിൽ തോൽക്കുന്ന ആളുകൾക്ക് നിയമസഭയിലെത്താൻ നിയമസഭയിൽ അപ്പർ ഹൗസ് സ്ഥാപിക്കണം. രാജ്യസഭാ മോഡലിൽ അത്തരത്തിൽ അപ്പർ ഹൗസ് സ്ഥാപിച്ചാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോൽക്കുന്ന നേതാക്കൾക്ക് അല്ലെങ്കിൽ വ്യക്തികൾക്ക് നിയമസഭയിലെത്താൻ അതൊരു സുവർണ അവസരമായിരിക്കുമെന്നാണ് ഈ പ്രമേയത്തിലെ പ്രധാന വിമർശനം. അതോടൊപ്പം തന്നെ ജനങ്ങളുമായി ബന്ധമില്ലാത്ത നേതാക്കൾക്ക് നിയമസഭയിലെത്തണമെങ്കിൽ ഇത്തരത്തിൽ അപ്പർ ഹൗസ് സ്ഥാപിക്കുന്നത് നല്ലതായിരിക്കുമെന്നും ഈ പ്രമേയത്തിൽ പരാമർശമുണ്ട്. എന്തായാലും പ്രമേയം പാസ്സായി. പക്ഷേ ആദ്യഘട്ടത്തിൽ ഈ പ്രമേയത്തിന്റെ ഉദ്ദേശശുദ്ധി മുഴുവൻ അംഗങ്ങൾക്ക് മനസ്സിലായിരുന്നില്ല. പിന്നീടാണ് LDF അംഗങ്ങൾക്ക് പോലും ഇതൊരു തങ്ങൾക്കെതിരെയുള്ളൊരു പരിഹാസമാണല്ല, ജോസ് കെ മാണി ഉന്നമിട്ടുകൊണ്ടുള്ളൊരു വിമർശനമാണെന്നുള്ള കാര്യം മനസ്സിലായത്. എന്തായാലും ഭൂരിപക്ഷം UDF-നുള്ളത് കൊണ്ട് പാലാ നഗരസഭയിൽ ഇത് പ്രമേയം പാസ്സായി. എന്തായാലും ജോസ് കെ മാണിയുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടല്ല പ്രമേയമെങ്കിലും ഇത് ജോസ് കെ മാണിയെ തന്നെ ഉന്നമിട്ടതാണ് എന്നുള്ള കാര്യം ഏവർക്കും വ്യക്തമാണ്. ദിവ്യ. ശരി.